ഹായ് ഹലോ എല്ലാവർക്കും ഋതു ബേബീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഋതു നാട്ടിയിട്ട് നഴ്സറി പോകാൻ പോവുകയാണ്. ഋതുവിന്റെ ഇന്നത്തെ നഴ്സറി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി ഋതുവിനെ റെഡിയാക്കണം. അവനെ കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഋതുവിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കൊണ്ട് എങ്ങനെയാണ് സെറ്റപ്പുകളെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഋതു ബേബിയുടെ ടിഫിൻ ബോക്സ്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. നേരത്തെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽ റെഡി. ഇനി നമുക്ക് ബാഗിനകത്ത് ടിഫിൻ ബോക്സ് വയ്ക്കാം. ബോട്ടിൽ റെഡി. നെച്ചറി പോണോ? നല്ല കുട്ടിയായിട്ട് നെച്ചറി ഇരിക്കണം കേട്ടോ. അമ്മ ഉച്ചക്കേ വരോളൂ. അതുപോലെ നെച്ചറിയിലാക്കിയിട്ട് അമ്മ ഇനി വരും. അംഗൻവാടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അംഗൻവാടി. ടാറ്റാ. ഇതാണ് ഇപ്പൊ ഋതുവിന്റെ അംഗൻവാടി. ടീച്ചറ് പോട്ടാ. അമ്മ പോട്ടാ. ടാറ്റാ. ടാറ്റ പറ. അമ്മ അവിടെ ഇരിക്കണ എങ്ങനെയാ? ഋതുവിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഋതുവിന് ടീച്ചർ സൈക്കിളൊക്കെ കൊടുത്തു. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അംഗൻവാടി. സൈക്കിള് അപ്പൊ നമ്മുടെ ഋതു ബേബി അംഗൻവാടിയിൽ ഇരുത്തി. ആദ്യം കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു സൈക്കിളൊക്കെ കൊടുത്ത് ഒരുവിധം അവിടെ ഇരിക്കുകയാണ്. ഇനി കരയോന്നൊന്നും അറിയത്തില്ല. ഉച്ചയാകുമ്പോൾ പോയി വിളിക്കണം. ഫസ്റ്റ് ദിവസമല്ലേ, വാർത്തയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ഉച്ചയ്ക്ക് വിളിക്കാനോ നോക്കാം. നല്ല വെയിൽ, നല്ല ചൂടും, ഫോണിലൊന്നും നോക്കാൻ പറ്റണില്ല. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് വിളിക്കാൻ വരുമ്പോൾ കാണാം. ഹലോ. 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഋതു ബേബിയെ വിളിക്കാനായിട്ട് പോവുകയാണ്. കരയുന്നുണ്ടോ ബഹളം വയ്ക്കുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്താണെന്ന് നീ ചെന്നാലേ അറിയത്തുള്ളൂ. അവന് ഭയങ്കര ചമ്മാലൊക്കെയാണ്. അതിന് ചുച്ചുവിന് പോകണമെന്നെങ്കിൽ അതൊന്നും അവൻ പറയത്തൊന്നുമില്ല. അപ്പം എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അവിടെ കരച്ചില്ല. അയ്യേ, ഇത് കരഞ്ഞാ? ബൈ ബൈ പറ. നാളെ വരാന്ന് പറ. ഋതു ബേബി നല്ല കരച്ചിലായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് തിരക്കാം. ഋതു ബേബി നല്ല സങ്കടത്തിലാണ്. ഋതു നാളെ പോവോ? ഋതു നാളെ പോവില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം. ഹലോ. അപ്പൊ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. ഋതു ബേബി ഭയങ്കര കരച്ചിലായിരുന്നു. നഴ്സറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? നഴ്സറി സൂപ്പറല്ലേ? കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ നഴ്സറിയിൽ? എന്തൊക്കെ ചെയ്തു? പണ്ടൊന്നും തരണില്ല. അത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ്. അവരൊക്കെ കൂട്ടായി വരണേലേ ഉള്ളു. അത് നാളെ നല്ല കൂട്ടാണ്. അതായിരിക്കും കേട്ടാ. നാളെ പോണ്ടേ നമുക്ക്? നാളെ ബാഗൊക്കെ തൂക്കി ടങ് 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 എന്ന് പറഞ്ഞിട്ട് ഋതു പോവല്ലേ? അങ്ങനെ ഇങ്ങനെ ബാഗ് ഇട്ട് വേറെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ടങ് 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 എന്ന് പറഞ്ഞിട്ട്
കൊടയൊക്കെ പിടിച്ച് പോവും. പോവൂലേ? ബേബി അവിടെ നിന്ന് നാളെ വരൂലെന്നൊക്കെ പറയാൻ വന്നത്. പക്ഷെ ഇപ്പൊ നാളെ പോവാന്നൊക്കെ ആയി. അപ്പൊ നാളെ നമ്മള് വേറെ ഉടുപ്പൊക്കെ ഇട്ട് പോവല്ലേ ഡേ. അങ്കവാടിയില് കഞ്ഞിയായിരുന്നു. പക്ഷെ കഴിച്ചില്ലെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഋതുവിന് പൊതുവെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. നാളെ തൊട്ട് കഞ്ഞിയൊക്കെ കുടിക്കണം കേട്ടോ. നാളെ ചോറാണെന്ന് പറഞ്ഞു ടീച്ചർ. നാളെ ചോറ് തിന്നോ ഋതു? ചോറ് വാരി തിന്നോ? പച്ചച്ചോറ് തിന്നാ കറിയൊക്കെ കൂട്ടി തിന്നണം. ഞാന് പകുതിയല്ല, ഞാൻ നഴ്സറി എത്തുന്നതിന് മുമ്പ് ഇവന്റെ ഒരു കരച്ചില് കേട്ടോ. അപ്പൊ ഇവന്റെ കരച്ചിലാണെന്നൊക്കെ വിചാരിച്ചപ്പോ ഇവൻ തന്നെ കരയണം. അപ്പൊ ടീച്ചർ അവനെ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. അതുവരെ കുഴപ്പമൊന്നുമില്ലാതെ കളിച്ചോണ്ടൊക്കെ നിന്നെന്ന് പറഞ്ഞ് ഒരു കുട്ടീനെ അമ്മ വന്ന് വിളിച്ചോണ്ട് പോയപ്പോ തൊട്ടാണ് അമ്മയെ കാണണോ ചെറുത് കരഞ്ഞെറുത് എങ്ങനെ കരഞ്ഞു അമ്മയെ കാണണോന്ന് പറഞ്ഞിട്ട് കരഞ്ഞേ. അവിടെയുള്ള കൊച്ചുങ്ങളെല്ലാം പായൊക്കെ വിരിച്ച് കിടന്നുറങ്ങാൻ പോണ്. മെത്തയിലൊക്കെ കിടന്നുറങ്ങണണ്ട. നാളെ തൊട്ട് അങ്ങനെ മോനും കിടന്നുറങ്ങണം. നാളെ അംഗൻവാടി പോവൂലേ? പിന്നെ ബാഗിലൊക്കെ സൗണ്ടൊക്കെ തെറിപ്പിച്ച് ചെരുപ്പൊക്കെ ഇട്ട് എങ്ങനെ പോണോ ടാങ്ങെന്ന് പറഞ്ഞിട്ട് വേഗം തൂക്കി പോവും നമ്മള്. നമ്മള് അംഗൻവാടി നാളെ രാവിലെ പോകും അല്ലേ? നാളെ അംഗൻവാടി പോവാൻ കൂട്ടുകാരെന്ന് പറഞ്ഞു. നാളെ പോകാന്നാണ് ഒരു പറഞ്ഞേക്കണം. അപ്പൊ ഇനി ഇവനൊന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കണം. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.